വെള്ളത്തിന് പണിയില്ലേനും അതെയാ എങ്ങൊന്നില്ല ഇല്ല. വെള്ളം കയറിട്ട് എത്തി വെള്ളം കയറിട്ട് നീ താന്നെന്നാല്. ഓ ഞാൻ മഴയായിട്ട് ഏറി പോയിട്ടില്ല. ഞാൻ ഇങ്ങനെ ഇരുന്നു. വെള്ളം ഇങ്ങ് എത്തിയതാ നോക്കിയാട്ടെ. ഓ ഞാനൊന്നും അറിയില്ല. വെള്ളത്തിനെ പറ്റി ഒന്നും ഞാൻ സംഭവമേ അറിയില്ല. ഞാൻ ഇപ്പോൾ പോയിട്ട് ഉച്ചക്കന്തി വരും. എനിക്കൊരു സമാധാനമില്ല. വെള്ളം കയറിയില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യേണ്ടത്? ഇതെല്ലാം അരി പൊട്ടി വെക്കണ്ടേ. അത് വിചാരിച്ച് ഞാൻ വേഗം വന്നു. എന്നാ ടെൻഷനായിട്ട് എന്നിട്ട് ചെയ്യാം. ചെക്കനെ നോക്ക് വിളിച്ചോ. മാസം വിളിച്ചോക്ക്. ചെക്കനെ ഇപ്പോൾ എല്ലാവരും ഉച്ചക്കാ വന്നേ. ഞാൻ ഉച്ചക്ക് വന്നു വന്നിട്ട് എനിക്കുള്ള ഒരു സമാധാനോ. ഇതൊക്കെ അരി പൊട്ടി വെക്കണ്ടേ. പൊട്ടി വെക്കേണ്ടത് വഴി അപ്പുറത്തെ വീട്ടിലെങ്ങാനും കൊണ്ടുവെക്കേണ്ടി വരും. വെച്ചിപ്പോ ഒന്നാ ചെയ്യാൻ ഇല്ലാണ്ടായി സാധനത്തും പൊട്ടിയില്ലല്ലോ. സാധനം തന്നെയാണ് ഇപ്പൊ കെട്ടിലും കെട്ടിയുടെ കൊണ്ടുപോവാ. അത് ഞാൻ അത് കെട്ടിയിട്ട് അങ്ങനെ ചെയ്യാം. ജനലിൽ കെട്ടിയിട്ടാൽ ഇതാവില്ല. പറയുന്ന കേട്ടിട്ടുണ്ട്. അങ്ങനെ വരാണ്ട് കെട്ടി വെള്ളം കയറാണ്ടിരുന്നാല് ഏടിയെത്തി വെള്ളം. ഞാനിപ്പോ ഇത്ര വെള്ളമുണ്ട് റോഡിന്. ഇത്ര വെള്ളം ആ മുമ്പത്തെ പ്രളയം പോലെ എല്ലാം എത്രയാ പൈസ നഷ്ടം വന്ന എനിക്ക് അതുപോലെ ആയിപ്പോകും. എനിക്കൊരു സമാധാനമില്ല. ഇപ്പൊ വെള്ളം കയറുമ്പോ പേടിയല്ലേ? പേടിയാണെങ്കിലേ നമുക്കൊന്നും ആകുന്നില്ല. ഒരു സമാധാനം എന്ന് പറഞ്ഞിട്ടില്ല. ഒരിക്കലും കുറച്ച് നോക്കൊന്നും ചെയ്യണ്ടെങ്കിൽ അന്നങ്ങനെയാണ് എല്ലാവരും പറഞ്ഞു വെള്ളമൊന്നും കയറില്ല, വെള്ളം കയറില്ലാന്ന്. അഞ്ച് ഓർമ്മത്തേക്ക് വെച്ചു പോയി. 5 ഓർമ്മയിൽ ആദ്യമായിട്ടാണ് ഇവിടെ വെള്ളം വന്നത്. ഇങ്ങനെ തോണിയെല്ലാറ്റിട്ട് സായനില്ലാണ്ട് ഇപ്പൊ ഈ വെള്ളം കാണുമ്പോ പേടിയാവുക. അത് തോട് ഇങ്ങനെ കമിഞ്ഞാ പിന്നെ ഈ വെള്ളം വന്നില്ലേ. അതുകൊണ്ടാണ് ഒന്നാമത്തേത്. കാണുന്നത് ഇരുട് പോലെ കണ്ട അങ്ങ് മലയെല്ലാം പൊട്ടിയിട്ടുണ്ട്. ഉരുട് പൊട്ടിയിട്ടുണ്ട് പോലെ അങ്ങ്. അതുകൊണ്ട് വെള്ളത്തിന് മൂത്തോട് വിളിച്ചിട്ട് പറയുന്നത് നോക്കണേ ഏത് വാരി വെക്കേണ്ടത്. അതുകൊണ്ട് ഇന്ന് കടന്നുറങ്ങലൊന്നും ഉണ്ടാവില്ല. രായത്തിനൊരു 10 വട്ടമായിരിക്കും പോകുന്നുണ്ടാവും. എന്നാലും ഞാനോടൊന്നും വെള്ളം കയറുന്ന മനസ്സില്ല. ഞാൻ പിന്നെ വയറുള്ള കൊണ്ട് അല്ല നിന്നു. എന്നാലും മഴയത്തൊരു കിഴി നോക്കിക്കൂടെ. വെള്ളം എനക്കൊന്നും ഒരു സമാധാനമില്ല. വെള്ളം വെള്ളം കണ്ടിനാ ഇന്ന് വെള്ളം കാണണ്ടേ. ഇപ്പൊ കുറെ അങ്ങോട്ട് പോയിട്ട് വൈകുന്നേരം അങ്ങ് പോകാം കേട്ടാ. വെള്ളത്തിന്റെ ഇത് കാണാൻ അയാൾ പണിക്ക് സ്കൂട്ടി വെച്ചില്ല. അയാളെ കാണില്ല. അയാളോട് ഞാനത് പറയാറും പോയി. സ്കൂട്ടി വാങ്ങിയിട്ടുണ്ടോ ചോദിക്കേ. സ്കൂട്ടി വാങ്ങുന്നത് ആ പണിക്കാരനെ ഇവിടെ കൊണ്ട് ചെയ്യാൻ മഴയോട് ആയിട്ട്. ഞാൻ പുതിയ സ്കൂട്ടി വാങ്ങിയിട്ട് എന്താ അങ്ങനെ ഇങ്ങോട്ട് വേഗം പറഞ്ഞത്. അയാളോട് പണിക്കോട് പഠിച്ചാ എനിക്കല്ല ഇത് തന്നെ കണ്ടോണ്ടിട്ട് നിങ്ങളത് വാങ്ങിയിട്ടുണ്ടെന്നാല് ഇവര് പറയുന്നൊന്നും കേട്ടിട്ടില്ലപ്പോ. എന്നാലൊന്ന് പറഞ്ഞോട്ടാലെന്ന് ആണെങ്കിലും വിചാരിച്ചു ഞാൻ. അല്ല അപ്പൊ ആ സ്കൂട്ടിക്കെന്നാണ് അത്രയുള്ള പൈസ വേണം. ഇപ്പം പിന്നെ പഞ്ചായത്തിൽ കൊടുത്തിട്ടുണ്ടോ സ്കൂട്ടി അവനായിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സ്കൂട്ടിയായി പഠിച്ചു അത് ബാക്കി സബ്സിഡിയായിട്ട് അടക്കണം. നമുക്ക് അല്ല പഠിച്ചാല് നല്ലത് തന്നെ. അപ്പൊ ഇപ്പൊ ഒരാളെ ഇത് കഴിക്കണം. വേഗം പോയി എത്തിച്ചെന്ന് അവൻ്റെ വേഗം പോയി എടുത്ത് വലിയ സാധനമല്ലോ. അതിന് ബാക്കി നമ്മൾ നടക്കണ്ടേ. അപ്പൊ ആരോഗ്യത്തിന് ഒരു ഇതുമില്ലെങ്കിൽ നമുക്കൊരു ഇതുമില്ല. അന്നൊന്ന് നയിച്ചിരിക്കേണ്ട ആരോഗ്യം തന്നിട്ടുണ്ടെങ്കിൽ അത് മാത്രം ബാങ്ക് കടമുണ്ട്. അപ്പൊ അതില്ലാതെ ആള് ബാങ്ക് കടമില്ലാതെ ആൾ ആരെങ്കിലും ഉണ്ടാകാനല്ലേ. എല്ലാവർക്കും കടമുണ്ട്. അത് വിചാരിച്ചിട്ട് കടം വീടിയിട്ടുണ്ട്. അവരെയും കെട്ടിട്ട് ഞാനൊന്ന് പോയിട്ട് കുറേശ്ശെ കെട്ടിയിട്ട് അതിന് മേലെങ്ങാനും വെക്കട്ടെ. കൊച്ചിയൊക്കെ അത്ര വെള്ളം ഇറത്ത് കയറിയിട്ടാണ് ഇപ്പോഴും കെട്ടിയിട്ട് പ്രതീക്ഷിക്കാൻ കഴിഞ്ഞോ. ഞാൻ പോയിട്ട് കുറേശ്ശെ കെട്ടിയെല്ലാം വെക്കട്ടെ. അല്ലെങ്കിൽ ഒപ്പരം ഇതാവുക. പിന്നെ ഞാനും ഓരോരോ തുണിയെല്ലാം കാര്യം വെക്കട്ടെന്ന് തോന്നുന്നു. പേടിയാണ്. ഞാൻ എല്ലാം കെട്ടിയിട്ട് അതിൻ്റെ തട്ടീൻ്റെ മേലെങ്ങാനും എടുത്തിട്ട് വെക്കട്ടെ. എന്നിട്ട് രാത്രിപ്പെട്ട സമയത്ത് എന്തെങ്കിലും ആണെങ്കിൽ നമ്മൾ എന്തെന്ന് ചെയ്യാനാണ്. വയസ്സായൊരു തൊണ്ടി. അതുകൊണ്ട് എന്തെന്നാ ചെയ്യേണ്ടത്. നിങ്ങൾ പോയിട്ട് കെട്ടി വെക്കും. ഞാൻ പോയിക്കല്ലോ വരാൻ.